ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക. വിശ്വാസത്തിൻ്റെ 2 ഗോപുരങ്ങളെ നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് അളക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. വിജാതീയനായ ഒരു ഭരണകർത്താവ് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ഈശോയെ സമീപിക്കുന്നു. അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് യേശുവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുക. കഥാഗതിയിൽ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം മാറ്റിവെച്ചാൽ യേശു ഈ വിജാതീയൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നു. അവൻ്റെ മകൾ മരിച്ചവളാണ് എന്ന് ജനക്കൂട്ടം ഉറക്കെ വിളിച്ചു പറയുന്നു. വിശ്വാസം നഷ്ടപ്പെടാത്ത അവന് യേശു പറയുന്ന വാക്കുകളിലെല്ലാം വിശ്വസിച്ച് അവളെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. മരണത്തെ വക്രത്തിൽ അകപ്പെട്ട, മരണത്തിൻ്റെ പിടിയിൽ അമർന്ന മകളെ യേശു അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഭരമേൽപ്പിക്കുന്നു. ആഴമായ വിശ്വാസത്തോടെ, തകരാത്ത വിശ്വാസത്തോടെ ഈശോയെ ചേർത്ത് പിടിച്ചാൽ സൗഖ്യദായകനായ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടയ്ക്ക് സംഭവിക്കുന്ന നാടകീയമായ മറ്റൊരു രംഗം, ജനക്കൂട്ടം യേശുവിന് ചുറ്റും തിക്കിത്തിരക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ഉള്ളിലുള്ള ബോധ്യത്തെ തൊട്ടറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് കടന്നു വരുന്ന രക്തസ്രാവക്കാരി സ്ത്രീ, നീണ്ട വർഷങ്ങൾ അപമാനത്താൽ ജനത്തിന് മുമ്പിൽ തല ഉയർത്താൻ പോലും നിൽക്കാത്ത ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീ, തന്നെ അലട്ടുന്ന ശാരീരിക രോഗത്തിൽ നിന്ന് സൗഖ്യം നേടാനായിട്ട് യേശുവിൻ്റെ സവിധത്തിലേക്ക് ഓടിയണയുകയാണ്. അവൻ്റെ വസ്ത്രത്തിന് വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വലിയ വിശ്വാസം. യേശുനാഥൻ കടന്നു പോകുന്ന വഴികളിൽ അവൻ്റെ നിഴലെങ്കിലും ഒന്നടിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അനേക വിശ്വാസികളുടെ പ്രതീകമായിട്ട് ഇവൾ മാറുകയാണ്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ശിഷ്യന്മാരിൽ പോലും കൗതുകമുണർത്തുന്നുണ്ട്. ആരാണ് എന്നെ സ്പർശിച്ചത്? പത്രോസ് പതിവുള്ള മണ്ടത്തരം ഏറ്റുപറഞ്ഞു, കർത്താവേ, ജനക്കൂട്ടം നിന്റെ മുമ്പിൽ തിക്കിത്തിരക്കുകയല്ലേ, പിന്നെ ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് ചോദിക്കുന്നത് എന്ത്? തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് തിരിച്ചറിഞ്ഞ യേശുവിൻ്റെ മുമ്പിൽ നിറകണ്ണുകളോടെ, തൊഴുകൈകളോടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട സ്ത്രീ എൻ്റെ വിശ്വാസം വലുതാണ് എന്ന് പറഞ്ഞ ഈശോളെ ശ്ലാഘിക്കുന്നു, അവൾക്ക് സൗഖ്യം കൊടുക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ 2 സംഭവങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉരകല്ലുകളാണ്. എത്രമാത്രം തീക്ഷ്ണതയോടെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തമ്പുരാന് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? വിജാതീയനായ മനുഷ്യനെ പോലെ ഈശോയെ മുറുകെ പിടിക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടോ? പ്രതിസന്ധികളുടെ മധ്യത്തിലും തകരാത്ത വിശ്വാസവുമായി എന്നെ താങ്ങുന്നവൻ അവനാണ്, എനിക്ക് സൗഖ്യം നൽകുന്നവൻ അവനാണ് എന്ന ബോധ്യത്തോടെ അവനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തിരുവചനത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ചിന്തിക്കണം. നമുക്ക് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തപ്പിത്തിരക്കുന്നവരാണോ എന്ന് സംശയിക്കുന്നത് ഏറെ ഗൗരവമുള്ള മറ്റൊരു വിഷയമാണ്. എൻ്റെ തമ്പുരാൻ എൻ്റെ രക്ഷകനാണെന്നും നാഥനാണെന്നും എൻ്റെ രക്ഷ അവൻ്റെ കൈകളിൽ സുരക്ഷിതമാണെന്നുമൊക്കെ ബോധ്യമുള്ള നമ്മൾ പലപ്പോഴും ഈ ജനക്കൂട്ടത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിട്ട് മാറുന്നുണ്ടോ? ലോകം മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ മാത്രം സ്വാധീനമില്ലാത്ത വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? എന്നെ സ്പർശിക്കാതെ അകലങ്ങളിൽ നിൽക്കുന്ന ഒരു ദൈവമായിട്ട്, വിശ്വാസത്തോടെ അവൻ്റെ പക്കലേക്ക് ചേർന്ന് നിന്ന് അവനെ തൊട്ടറിയാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മാറുന്നുണ്ടോ? അവൻ്റെ നിഴലെങ്കിലും അടിച്ചാൽ
അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വലിയ ബോധ്യം നമ്മൾ എത്ര പേർക്കുണ്ട്? പ്രിയപ്പെട്ടവരെ, ദനഹകാലം അവസാനിപ്പിച്ച് നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ക്രൈസ്തവ വിശ്വാസ സമൂഹം. ഞാനും നിങ്ങളുമൊക്കെ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് ബോധപൂർവം ചിന്തിക്കാൻ, തകർന്നുപോയ ഉടഞ്ഞുപോയ വിശ്വാസ ഗോപുരങ്ങളെ പടുത്തുയർത്താൻ, അവനെ ചേർത്ത് പിടിക്കാൻ, അവൻ എൻ്റെ രക്ഷകനും നാഥനുമാണ്, എനിക്ക് സൗഖ്യം നൽകുന്ന ജീവദായകനാണ് അവിടുന്ന് എന്ന ബോധ്യത്തോടെ അവിടുത്തെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.